സച്ചിയുടെ തിരക്കഥയിൽ ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ ചിത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സ്വന്തമാക്കി. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയും അയാളുടെ ആരാധകൻ്റെയും കഥയാണ് ചിത്രം സംസാരിച്ചത്. ചിത്രത്തിൽ സുരേഷ് കൃഷ്ണയും മികച്ച ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു. ഭദ്രൻ എന്ന മുൻനിര നായകനായാണ് സുരേഷ് കൃഷ്ണ ഡ്രൈവിംഗ് ലൈസൻസിൽ അഭിനയിച്ചത്. താരത്തിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി ഭദ്രൻ മാറി. ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് കൃഷ്ണ. ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യം പ്ലാൻ ചെയ്തത് മമ്മൂക്കയും മുകേഷിനെയും വെച്ചിട്ടായിരുന്നു. സൂപ്പർ സ്റ്റാറായി മമ്മൂക്കയും അയാളുടെ ഫാനായി മുകേഷ് ഏട്ടനും. അങ്ങനെയായിരുന്നു ആ സിനിമ ആദ്യത്തെ കാസ്റ്റ്. എന്നാൽ അവസാന നിമിഷം മമ്മൂക്ക ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറി. പിന്നീട് പൃഥ്വിരാജും സുരാജും ആ സിനിമയിലേക്ക് എത്തിയത്. എന്നാൽ എൻ്റെ ക്യാരക്ടർ ഭദ്രൻ തന്നെയായിരുന്നു. അതിൽ മാറ്റമൊന്നും വന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എനിക്ക് കഥാപാത്രങ്ങൾ ലഭിച്ചത് എൻ്റെ സുഹൃത്തുക്കൾ കാരണമാണ്. എന്നെക്കൊണ്ട് ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് അവരൊക്കെയാണ് ആദ്യം കാണിച്ചത്. അതിൽ പ്രധാനിയായി സച്ചി. ആറ്റക്കോയ ആയാലും ഭദ്രനായാലും ചേട്ടായസിലെ രൂപേഷ് ആയാലും എന്നെ വിശ്വസിച്ചു ആ കഥാപാത്രങ്ങൾ ഏൽപ്പിച്ചത് സച്ചിയാണ്. പിന്നെ മറ്റുള്ള സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്തു കൂടെ നിന്നു. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അടിയും വാങ്ങി കയറി തൂങ്ങി കയറി തീർന്നേനെ. ഇപ്പോൾ വ്യത്യസ്തമായ സിനിമകൾ കിട്ടുന്നുണ്ട്, സുരേഷ് കൃഷ്ണ പറഞ്ഞു.